NSS അധികാര സഭയായ 5-അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാറിനെ അനുമോദിച്ചു. കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന സദസ്സ്. നിരവധി പേർ പങ്കെടുത്തു. 100 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ പരമോന്നത അധികാര സഭയായ 5-അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ. എറണാകുളം ജില്ലയിൽ നിന്നും ആദ്യമായാണ് ഒരു വ്യക്തി നായർ സർവീസ് സൊസൈറ്റിയുടെ കൗൺസിലിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പുതിയ ചുമതലയിലേക്ക് നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തെ കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ അനുമോദിച്ചു. നിലവിൽ NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാറിനെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച യോഗത്തിൽ വിവിധ കരയോഗങ്ങളിൽ നിന്നും നിരവധി ഭാരവാഹികൾ പങ്കെടുത്തു. കുന്നത്തുനാട് താലൂക്ക് NSS യൂണിയനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇത് എന്ന് യൂണിയൻ വൈസ് പ്രസിഡന്റ് CS രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലയിൽ നിന്നും ആദ്യമായൊരു വ്യക്തി NSS കൗൺസിലിൽ എത്തുന്നത് ഇരട്ടി മധുരമാണെന്ന് യൂണിയൻ സെക്രട്ടറി കെ രാജഗോപാലൻ അഭിപ്രായപ്പെട്ടു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് P പ്രഭാകർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ C നായർ, കോർഡിനേറ്റർ അനുരാഗ് പരമേശ്വരൻ എന്നിവർ അനുമോദന സദസ്സിന് നേതൃത്വം നൽകി. എനിക്ക് സാറിനെ കുറിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലേക്ക് വന്നത് മഹാഭാരതത്തിലെ കർണന്റെ കഥയാണ്. മഹാഭാരതത്തിലെ കർണൻ ജനിച്ച് വീണപ്പോൾ മുതൽ അപവാദങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അപവാദങ്ങൾ പോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടും വളർന്നു വന്ന കർണൻ ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടൊരു വീരോചിത യോദ്ധാവായി ഈശ്വര വിശ്വാസിയായി വളർന്ന കർണന്റെ ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശ്രീശൻ സാർ ഈ യൂണിയന്റെ ഭാരവാഹിത്വത്തിലേക്ക് കയറി വന്നപ്പോൾ അപവാദ പ്രചരണങ്ങൾ ഒട്ടനവധി ഉണ്ടായി, കുറ്റപ്പെടുത്തലുകൾ ഒട്ടനവധി ഉണ്ടായി, നൂലിൽ കെട്ടി ഇറക്കിയതാണ് എന്നുള്ള അപവാദ പ്രചരണങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ കർണന്റെ ഈശ്വര വിശ്വാസം അത്രയ്ക്ക് ദൃഢമായിരുന്നു. സാറിന്റെ NSSനോടുള്ള ആ ഒരു സ്നേഹവും പ്രതിബദ്ധതയും അത്രയ്ക്ക് ഉയർന്നതായിരുന്നു. സാറിന് ഈ താലൂക്ക് യൂണിയനെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം 2017 ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ അധികാരമേറ്റപ്പോൾ സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ദൃഢമാണ്, ഇത്ര കാര്യപ്രാപ്തിയുണ്ട്, ഇത്ര മനോബലമുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് കുറെ നാളുകൾക്ക് ശേഷമാണ്. സാറിന്റെ ഓരോ പ്രവർത്തനവും ഓരോ ചുവട് മുകളിലേക്ക് വെക്കുമ്പോൾ ആ സമയങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം ഇവിടെ എന്തെല്ലാം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ പ്രകടനങ്ങളും കരയോഗങ്ങളിൽ ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സാർ ഇവിടെ അധികാരമേറ്റത്. പ്രതിനിധി സഭാംഗങ്ങൾ, യൂണിയൻ ഭാരവാഹികൾ, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ, വനിതാ യൂണിയൻ, കരയോഗം, വനിതാ സമാജം, മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അനുമോദനം. യൂണിയൻ കമ്മിറ്റിയോടൊപ്പം തോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വനിതാ സമാജം, MSS, ഒട്ടും പിന്നിലല്ലാതെ പരസ്പരം മത്സരിച്ച് തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് കരയോഗങ്ങൾ. ഇപ്പം ഞാനോ ഇവിടുത്തെ യൂണിയൻ കമ്മിറ്റിയോ വിചാരിച്ചാൽ ഈ യൂണിയൻ ഇപ്പോഴത്തെ രീതിയിൽ നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങളാണ് കാരണക്കാർ, ഒരു സംശയവുമില്ല. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ശ്രീശകുമാർ എന്ന വ്യക്തിക്കല്ല പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ NSSന്റെ ചരിത്രത്തിൽ ആദ്യമായി കുന്നത്തുനാട് താലൂക്കാണ്. നിങ്ങളെ ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.